നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന ചൂടിന് സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന ചൂടിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മുൻകരുതലിന്റെ ഭാഗമായി 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തൃശൂർ ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. പാകിസ്ഥാൻ ഡ്രോണാക്രമണത്തിൽ പരിക്കേറ്റ ജവാന് വീരമൃത്യു. ഉധംപൂരിലെ ഡ്രോണാക്രമണത്തിൽ പരിക്കേറ്റ ജവാൻ വീരമൃത്യു വരിച്ചു. രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശി സുരേന്ദ്രകുമാറാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ വ്യോമസേനയുടെ മെഡിക്കൽ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇതുവരെ 3 സൈനികരും ഒരു BSF ജവാനുമാണ് വീരമൃത്യു വരിച്ചത്. ജമ്മുവിലെ ആർഎസ്പുരിയിൽ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് പാകിസ്ഥാനുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു BSF ജവാൻ വീരമൃത്യു വരിച്ചിരുന്നു. BSF സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസാണ് രാജ്യത്തിനു വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ചത്. ബീച്ചിന് സമീപം മോഷണ ശ്രമം. മൊബൈൽ തട്ടിപ്പറിക്കാനുള്ള ശ്രമം തടഞ്ഞു. യുവാവിന് വെട്ടേറ്റു. കോഴിക്കോട് ബീച്ചിന് സമീപമാണ് സംഭവം നടന്നത്. ഫറോക്ക് സ്വദേശി മുഹമ്മദ് ഫർഖാനാണ് വെട്ടേറ്റത്. മൊബൈൽ തട്ടിപ്പറിക്കാനുള്ള ശ്രമം തടയുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. അക്രമി ഓടി രക്ഷപ്പെട്ടു. ഫർഖാന്റെ കൈക്കും ദേഹത്തും വെട്ടേറ്റിട്ടുണ്ട്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾക്കും പരിക്കേറ്റു. അക്രമിയെ പോലീസ് തിരിച്ചറിഞ്ഞതായാണ് വിവരം. ഏറ്റുമാനൂരിൽ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരു മരണം. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം MC റോഡിൽ പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറ്റുമാനൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഏറ്റുമാനൂരിൽ നിന്ന് എറണാകുളം റൂട്ടിൽ വരികയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാറിൽ കുടുങ്ങിയവരെ നാട്ടുകാർ ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അഗ്നിശമന സേനയും ഏറ്റുമാനൂർ പോലീസും സ്ഥലത്തെത്തി. അപകടത്തെ തുടർന്ന് ഏറ്റുമാനൂർ എറണാകുളം റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണം. പിന്നിൽ ക്ഷേത്രവുമായി ബന്ധമുള്ളവർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്ന സംഭവത്തിൽ സ്ട്രോങ് റൂമിൽ സുരക്ഷാ വീഴ്ചയെന്ന് പോലീസ്. റൂമിനുള്ളിൽ CCTV ക്യാമറകളില്ലെന്നും സുരക്ഷാ ജീവനക്കാരുടെ സേവനം പോലും ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സ്റ്റോർ റൂമിന്റെ ഓടുകൾ പഴകിയ നിലയിലായിരുന്നു. താൽക്കാലിക ജീവനക്കാരുടെയും കരാറുകാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയാണ്. അതേസമയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്ന സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മോഷണത്തിന് പിന്നിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെയാകാമെന്ന് പോലീസ് പറഞ്ഞു. ഇത് സ്ഥിരീകരിക്കുന്നതായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതായും പോലീസ് പറയുന്നു. ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിനുള്ളിൽ വെച്ച 13 പവൻ സ്വർണ്ണമാണ് മോഷ്ടിച്ചത്. കലവറയിലെ സ്വർണവുമായി ഇതിന് ബന്ധമില്ല. ലോക്കർ പൊളിച്ചിട്ടില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മോഷണ കേസുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ചിലരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.